വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ചിക്കൻ കറി ഉണ്ടാക്കാവേ. ബാച്ചിലേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ഒരു കടായി എടുത്ത് വെച്ച് കൊടുക്കുക. ആവശ്യത്തിന് വെളിച്ചെണ്ണ, 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയെ. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരു വലിയൊരു സവോള, ഒരു നല്ല പീസ് ഇഞ്ചി, ഒരു 7-8 വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ ഒരു പച്ചമുളകും. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന, ഒരുപാട് കോംപ്ലിക്കേഷൻ ഒന്നും ഇതിനകത്തില്ലേ. നമ്മൾ ഈ പഠിച്ചു വരുന്ന കുട്ടികൾക്കും അല്ലെ ബാച്ചിലേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ചിക്കൻ കറിയാണ്. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇത് ഒരുമാതിരി ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ട്, ഇത് ബ്രൗൺ കളറൊന്നും ആകണ്ട കേട്ടോ. ഇതുപോലൊന്നും അതിൻ്റെ ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം സിമ്മിലേക്ക് ആക്കി കൊടുക്കണേ. എന്നിട്ട് നമുക്കിനി പൊടികളിടാം. ഇതൊരു ചിക്കൻ മസാലയാണ്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇടുക കേട്ടോ. ഇതിനകത്ത് ഞാൻ വേറെ മല്ലിപ്പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല. ചിക്കൻ മസാല ഇട്ട് പിന്നെ നമ്മൾ കുറച്ച് എരിവിന് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുന്നുള്ളേ. മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും. 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി പൗഡർ അല്ല, ചില്ലി പൗഡർ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികൾ മതിയെ. ഈ പൊടികളുടെ ആ ഒരു പച്ചമണം ഒന്ന് മാറണം കേട്ടോ. അതിനായിട്ട് നമുക്കൊന്ന് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഈ എണ്ണയിൽ കിടന്നൊന്ന് ഫ്രൈ ചെയ്യണം. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് ഉപ്പൊക്കെ ആഡ് ചെയ്തോണേ. ഇതിപ്പോൾ ഒരു നോർമൽ എരിവും ഒക്കെ ഉള്ള ഒരു കറിയായിരിക്കും. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പം നമ്മുടെ ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടൊമാറ്റോ ഒന്ന് അരിഞ്ഞ് ചേർക്കുക. ഈ ടൊമാറ്റോയുടെ ഒരു പച്ചമണം ഒന്ന് മാറണേ. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റണേ. ഇത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് ഉപ്പ് ഒരു കാരണവശാലും കൂടരുത്. എപ്പോഴും നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ കുറേശ്ശേ ചേർക്കുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ രണ്ടാമത് ചേർക്കാമല്ലോ. ഞാനിവിടെ 1/2 കിലോ ചിക്കനെ എടുത്തിട്ടുള്ളൂ. അപ്പം അതിനാവശ്യമായിട്ടുള്ള പൊടികളൊക്കെയാണ് കാണിച്ചേക്കുന്നത്. ഇനി നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ഇത് നോൺ സ്റ്റിക്ക് ഒന്നും അല്ലല്ലോ, അപ്പം അയൺ കടായിയാണിത്. അപ്പോൾ അടിയിൽ പിടിക്കരുതല്ലോ. അപ്പോൾ ഒരു സ്വല്പം വെള്ളം ഞാൻ ആഡ് ചെയ്യും. ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം മതിയാവും കേട്ടോ. നമുക്കിപ്പോൾ ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളമൊക്കെ നമുക്ക് ആഡ് ചെയ്യും. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഒരുപാട് ഗ്രേവി ആയിട്ടല്ല ഉണ്ടാക്കുന്നത്. അധികം ഡ്രൈയും അല്ല, ഒരുപാട് ഗ്രേവിയും കാണത്തില്ലേ. നമുക്ക് ഈ വെള്ളം ഒഴിക്കുന്നതിന് പകരം തേങ്ങാപ്പാൽ ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ തേങ്ങാപ്പാൽ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി കൊടുക്കാം. നമ്മൾ ആ പൊടി ഇട്ട സമയം ഫ്ലെയിം കുറച്ച് വെച്ചേക്കുമായിരുന്നേ. നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെക്കാവേ. ഈ സമയം ഉപ്പൊന്ന് നോക്കിക്കോണേ. ഉപ്പ് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യണം. ഞാൻ അധികം ഉപ്പിട്ടല്ല ഇത് മിക്സ് ചെയ്തേക്കുന്നതേ, കാരണം കൂടി പോകാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഉപ്പിടുമ്പോഴേ. ഒരു മീഡിയം ഫ്ലെയിം മതി കേട്ടോ. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കണ്ട. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ വേവിക്കാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞല്ല നോക്കേണ്ടത്. ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് നോക്കിയാൽ മതിയെ. ഞാൻ ഒരുപാട് ഫ്ലെയിം കൂട്ടിയൊന്നും അല്ല വെച്ചേക്കുന്നത് കേട്ടോ. ഒരു 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ടൊരു 15 മിനിറ്റ് കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ചിക്കൻ കറി ഇവിടെ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോഴേ കുറച്ച് ഗ്രേവിയൊക്കെ വറ്റി, ഒരുപാട് ഗ്രേവി ഇല്ല എന്നാൽ തീരെ അങ്ങില്ലാതെ ഇല്ല, അതുപോലെ ഒരു കറിയായത് കേട്ടോ. അപ്പോൾ അത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ നല്ലതാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കറി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ചിക്കൻ കറിയായത്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണേ. നമ്മുടെ വളരെ ഈസി ആയിട്ട് കുക്ക് ചെയ്യാവുന്ന നല്ലൊരു ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചേക്കുന്നത്. ബാച്ചിലേഴ്സിനും പിന്നെ കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഈസിയാണ്. ഒരുപാട് കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ ഞാൻ ഈസി ആയിട്ട് ഉണ്ടാക്കി കാണിച്ചേക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്